നമ്മുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും നമ്മളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ആളുകൾ കടന്നു വരുന്നത് അവിചാരിതമായ ഒരു കാര്യമായിരിക്കില്ല. ഇതിനു പിന്നിൽ പലപ്പോഴും മനഃശാസ്ത്രപരമായ ചില കാരണങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്നാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ പോകുന്നത്. ഒന്ന്, ഫെമിലിയാരിറ്റി, അതായത് പരിചിതമായതിനോടുള്ള ആകർഷണം. നമ്മുടെ മനസ്സ് അറിയാതെ തന്നെ നമുക്ക് നേരത്തെ പരിചയമുള്ള സ്വഭാവങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാറുണ്ട് അല്ലേ? കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ പഴയ ബന്ധങ്ങളിലോ നാം അനുഭവിച്ചിട്ടുള്ള അതേ പെരുമാറ്റ രീതികൾ, അതിപ്പോൾ നമ്മളെ വേദനിപ്പിക്കുന്നതാണെങ്കിൽ പോലും പുതിയ ആളുകളിൽ അത് കാണുന്ന സമയത്ത് നമ്മൾ കരുതും അത് സ്നേഹമാണ് അല്ലെങ്കിൽ ശക്തമായ ബന്ധമാണ് എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കും. രണ്ടാമതായി, ലാക്ക് ഓഫ് ബൗണ്ടറീസ്, വ്യക്തിഗത അതിർവരമ്പുകളുടെ കുറവ്. അതായത് നമുക്ക് ആരോടൊക്കെ എത്രത്തോളം അടുക്കാം അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ബൗണ്ടറി ഇല്ലാത്തപ്പോൾ ചൂഷണം ചെയ്യുന്നവർക്ക് എന്താണ്, നമ്മുടെ ജീവിതത്തിലേക്ക് എളുപ്പത്തിൽ കടന്നു വരാൻ സാധിക്കും. മൂന്നാമതായി, ദ ഫിക്സർ മെൻറ്റാലിറ്റി എന്ന് പറയും. അതായത് മാറ്റാൻ ശ്രമിക്കുന്ന ഒരു പ്രവണത. വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ സ്വഭാവ വൈകല്യമുള്ള ഒരാളെ നമ്മുടെ സ്നേഹം കൊണ്ട് മാറ്റിയെടുക്കാം എന്ന ചിന്ത പലരിലും ഉണ്ടാവും. ഈ രക്ഷകനാകാനുള്ള ഈ ശ്രമം ഉണ്ടല്ലോ, അതായത് സേവിയർ കോംപ്ലക്സ്, അത് പലപ്പോഴും മോശം വ്യക്തികളെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്താൻ കാരണമാകും. നാലാമതായി, ലോ സെൽഫ് എസ്റ്റീം, കുറഞ്ഞ ആത്മവിശ്വാസം. എനിക്കിതിലും നല്ലൊരാളെ കിട്ടില്ല അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കപ്പെടാൻ യോഗ്യയല്ല എന്ന ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്നവരോട് പോലും ക്ഷമിക്കാനും അവരോടൊപ്പം തുടരാനും നമ്മൾ തയ്യാറാകും. ഇനി 5, പാഠങ്ങൾ പഠിക്കില്ല, അതായത് പാറ്റേൺ ബ്ലൈൻഡ്നെസ് എന്ന് പറയും. ഒരു ബന്ധം തകരുമ്പോൾ എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്നും ആ വ്യക്തിയിൽ കണ്ട മോശം ലക്ഷണങ്ങൾ, അതായത് റെഡ് ഫ്ലാഗ് എന്നാണ് ഇതിന് പറയുന്നത്, അതെന്തൊക്കെയാണ് എന്ന് നമ്മൾ ആഴത്തിൽ ചിന്തിക്കാതിരുന്നാൽ അടുത്ത തവണയും സമാനമുള്ള സ്വഭാവമുള്ള ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് പുറത്തു കടക്കേണ്ടത്? ഒന്നാമതായി, റെഡ് ഫ്ലാഗ്, അതായത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തുടക്കത്തിൽ തന്നെ ഒരാളുടെ മോശം പെരുമാറ്റം കണ്ടാൽ അത് അവഗണിക്കാതിരിക്കുക. നോ പറയാൻ ശീലിക്കുക. ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ തുടക്കത്തിലെ വിയോജിപ്പ് പ്രകടിപ്പിക്കുക. സ്വയം സ്നേഹിക്കുക, അതായത് നിങ്ങളെ മറ്റാരേക്കാളും വിലമതിക്കുന്നത് നിങ്ങളാണ് എന്ന് തിരിച്ചറിയുക. സമയമെടുക്കുക. ഒരാളെ ജീവിതത്തിലേക്ക് കൂട്ടുന്നതിന് മുൻപായി അവരുടെ സ്വഭാവം മനസ്സിലാക്കാൻ കൃത്യമായ സമയം നൽകുക. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ബന്ധങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ നമ്മൾ പോയിട്ട് തലവെക്കുകയും ബന്ധം വഷളാകുകയും ചെയ്യും. ഒരേ തരത്തിലുള്ള ആളുകളെ നമ്മൾ പോലും അറിയാൻ നമ്മൾ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ലൈഫ് നല്ല ഈസിയായി സ്മൂത്തായി കൊണ്ടുപോകാൻ സാധിക്കും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്